എല്ലാ ദിവസവും ചെറുപ്പക്കാരുടെ ഓരോ ദുരന്ത വാർത്തകളൊക്കെയാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേൾക്കേണ്ടി വന്നത് ഒരു ജോലി സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്ത ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ്. വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയുടെ കാര്യം ഈ അടുത്തിടെ നമ്മുടെ നാടെല്ലാം ചർച്ച ചെയ്തതാണ്. നമുക്ക് ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടെ സസ്റ്റൈനബിളായിട്ടുള്ള ചില ഒരു ചിന്തകളൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് പേരൻറ്റിങ്, ചെറിയ കുട്ടികളെ പേരൻറ്റ് ചെയ്യുന്ന സമയം മുതൽ തന്നെ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്തൊക്കെ ഓർഗനൈസ് ചെയ്യാൻ, അവരുടെ ലൈഫ് സ്കിൽസ് ഓർഗനൈസ് ചെയ്യാൻ, അവരെ കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഒരുക്കിയെടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. കാരണം ഈ കാലഘട്ടത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ അവർ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും നേരിടാതെ വളർന്നു വരുന്നത് അവർ വളരെ ലോലഹൃദയരായി മാറുകയും ഒരു ചെറിയ ഒരു വിഷയം പോലും അവരെ തളർത്തിക്കളയുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിൻ്റെ ഒരു ക്ലൈമറ്റ് തന്നെ നെഗറ്റീവായിട്ട് ഈ സമൂഹത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അതിനൊക്കെതിരെ പ്രതിരോധിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കിയെടുക്കേണ്ടത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അവർ കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഒരു മെൻ്റൽ ഇമോഷണൽ ഹെൽത്താണ്. അതിനെ എല്ലാ മാതാപിതാക്കളെയും ഒന്ന് ഓർമ്മിപ്പിക്കുക. വിദ്യാഭ്യാസ രംഗത്തുള്ളവരും റിലീജിയസ് രംഗത്തുള്ളവരും എല്ലാം ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ഒന്ന് സജ്ജമാകുക എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. സ്വിച്ച് ഇട്ടതുപോലെ കുട്ടികൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ഈ ലൈഫ് സ്കില്ലോ മെൻ്റൽ ഹെൽത്തോ ഒന്നും ഉയർത്താനായിട്ട് സാധിക്കില്ല. ഇന്ന് രാവിലെ കൂടി കേട്ട് ഉണരേണ്ടി വന്നത് വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. ജോലി സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് നേരം പുലർന്നത്. ഓരോ ദിവസവും ഓരോ ദുരന്തങ്ങളാണ്. വിവാഹത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പ്രണയത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഒക്കെ ജീവിതം കളഞ്ഞ് ഓടിപ്പോകുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ചർച്ച ചെയ്ത് നമ്മളതിനെ അങ്ങ് വിട്ടുകളയുകയാണ്. പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ വളർത്തുന്ന സമയത്ത് അവരുടെ ഒരു അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാതെ അവരെ സമഗ്രമായി വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം അടുത്ത തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കടമയായിരിക്കും. കാരണം കഴിഞ്ഞ തലമുറയൊക്കെ അപേക്ഷിച്ചിട്ട് ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ ഈസി ആയിട്ട് വളർന്നു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. അവർക്കൊരു എഫേർട്ടും വേണ്ട. അവർക്കിങ്ങനെ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. ട്യൂഷനും കോച്ചിങ്ങും എല്ലാം കൊടുക്കാൻ ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ട്. ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ 10 കാര്യം വാങ്ങിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ട്. കുട്ടികളെയൊക്കെ നിലം തൊടിയിക്കാതെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നേരിടാതെ അവർക്ക് വളർന്നു വരാനുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ ഈ ലോകത്തിന് വളരെ മിസ്ഫിറ്റായി മാറും. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പം ജോലിയിലെ സമ്മർദ്ദമൊന്നും നമുക്ക് മാറ്റാനായിട്ട്, അല്ലെ ഒരാൾക്ക് മാറ്റാനായിട്ടൊന്നും സാധിക്കില്ല. നമുക്കൊന്നുകിൽ ആ ജോലിയിലെ സമ്മർദ്ദവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിക്കാം. ഇനി അത് പറ്റുന്നില്ല, നമുക്ക് ആ ജോലി കളയാം. നമുക്ക് വേറെ പല ജോലികളും ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് ജീവിക്കാനായിട്ട് പല മാർഗ്ഗങ്ങളും കണ്ടെത്താൻ പറ്റുമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അതിന് ശ്രമിക്കാതിരിക്കുന്നത്? കാരണം ഇത്രയേ ഉള്ളൂ, അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ അവർ ഈ ലൈഫ് സ്കിൽ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ അവർ പഠിച്ചിട്ടില്ല. ഒരു സാഹചര്യത്തെ നേരിടാൻ അവർക്കറിയില്ല. ഒരു വെല്ലുവിളിയെയോ അല്ലെങ്കിൽ ഒരു റിജക്ഷനെയോ അവർക്ക് നേരിടാനായിട്ട് അറിയില്ല. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അവർ റിയൽ ലൈഫിലേക്ക് വന്നപ്പോൾ അവർ ഒറ്റയടിക്ക് നേരിടേണ്ടി വരുന്നതുകൊണ്ട് അതിനൊന്നും എക്യുപ്ഡ് അല്ലാത്ത ഒരു സാഹചര്യം അവരെ വളരെയധികം തളർത്തിക്കളയുന്നു. അവിടെയാണ് അവർ ജീവൻ ഉപേക്ഷിക്കാൻ പോലും തയ്യാറാകുന്നത്. ഇപ്പോൾ നമ്മളൊരു IB ഓഫീസറിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് വായിച്ചിട്ട് അധികം ദിവസം ആയില്ല. വളരെ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു അത്. ഒരു ഒറ്റ മകളാണ്, വളരെ മിടുക്കിയായി പഠിച്ചൊരു കുട്ടിയാണ്. പക്ഷേ ജീവിതത്തിൽ ആ കുട്ടി എടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോയി. ആ കുട്ടി ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ തെറ്റായ തീരുമാനങ്ങളും തെറ്റായ പ്രവർത്തികളും ഒക്കെ ആയിപ്പോയി. കാരണം എന്നാന്ന് ചോദിച്ചാൽ ആ കുട്ടി ആ ഒരു സാഹചര്യത്തെ വിലയിരുത്തിയത് തെറ്റിപ്പോയി, ആ സാഹചര്യത്തിലെടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോയി, ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനെടുത്ത മാർഗ്ഗങ്ങൾ തെറ്റിപ്പോയി. ഇതിനെല്ലാം കാരണം എന്താണ്? പഠിക്കാൻ വളരെ മിടുക്കിയായിട്ടും നല്ല ഒരു ജോലി ലഭിക്കാനുള്ള കഴിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു കുട്ടി പെട്ടുപോയത് എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, പലപ്പോഴും പഠിത്തത്തിൻ്റെ കാര്യവും അച്ചീവ്മെൻറ്റ്സിൻ്റെ കാര്യവും മാത്രമാണ് നമ്മൾ കുട്ടികളിൽ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതല്ല പ്രധാനം. സമഗ്രമായി വളർന്നു വന്നില്ലെങ്കിൽ നാളെ അവർ ജീവിതത്തിൽ പരാജയപ്പെടും, ഒരു സംശയമില്ല. എൻട്രൻസ് എക്സാമിനേഷനൊക്കെ പോകുന്ന പല കുട്ടികളും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരികയാണ്. എന്താ കാര്യം? അവർക്ക് ചെറിയ പ്രായത്തിൽ അവർക്ക് വേണ്ട ജീവിത നൈപുണ്യങ്ങൾ അവരിൽ
സൃഷ്ടിച്ചിട്ടില്ല. അവരുടെ മെൻ്റൽ ഹെൽത്തോ ഇമോഷണൽ ഹെൽത്തോ ഒന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. അവരുടെ വൈകാരിക പ്രശ്നങ്ങളൊന്നും ആരും തിരിച്ചറിയുന്നില്ല, അവരെ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ചെറിയ പ്രായത്തിലെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അമിതമായ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ കുട്ടികളിൽ കണ്ടാൽ അവിടെ വളരെ വളരെ ശക്തമായിട്ട് തന്നെ നമ്മൾ ഇടപെടുകയും അവിടെ തന്നെ പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയും വേണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാലത്ത് ആവശ്യം വരുന്നൊരു സമയത്ത് പെട്ടെന്ന് ആവശ്യപ്പെട്ടാൽ ഒരു കഴിവും അവർക്കുണ്ടാവില്ല. വിവാഹ ജീവിതവും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് സേവ് ദ ഡേറ്റ് എന്നും പറഞ്ഞ് തുള്ളിച്ചാടുന്ന പോലുള്ളൊരു പരിപാടിയൊന്നും അല്ല വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ശരിക്കും വളരെയധികം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വിവാഹ ജീവിതത്തിലുണ്ടാകും. രണ്ട് വ്യക്തികൾ, രണ്ട് സാഹചര്യങ്ങൾ, രണ്ട് സംസ്കാരങ്ങളൊക്കെ തമ്മിലാണ് കൺവേർജ് ചെയ്ത് ഒന്നായി മാറേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ വരും. അവിടെ തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾ വരും, ജീവിതത്തിൽ പല ഉത്തരവാദിത്തങ്ങളും കൂടുതലായിട്ട് എടുക്കേണ്ടി വരും, നമ്മൾ വിചാരിക്കാത്ത പല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരും. ഇതിനൊക്കെ നമ്മുടെ കുട്ടികൾ ഫിറ്റാണ്. അല്ല, എങ്ങനെയെങ്കിലും ഒപ്പിച്ചു വയ്ക്കാനുള്ള പരിപാടികളാണ് പല മാതാപിതാക്കളും ചെയ്യുന്നത്. അത് വളരെ തെറ്റാണ്. അവരെ നല്ല സാഹചര്യങ്ങളിലൂടെ ഇറക്കിവിട്ട് നേരിടാനും പ്രശ്നം പരിഹരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ പഠിപ്പിച്ചേ മതിയാവുള്ളൂ. ഇതിൽ പേരൻസിൻ്റെ മെൻ്റൽ ഹെൽത്ത് ഒരു വലിയ വിഷയമാണ്. പേരൻസിൻ്റെ മെൻ്റൽ ഹെൽത്തിനനുസരിച്ചാണ് കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാകുന്നത്. ഇന്ന് എന്നെ കാണാൻ വന്ന ഒരു മദർ ഒരു മകൻ്റെ അമ്മയാണ്, രണ്ട് കുട്ടികളുടെ അമ്മയാണ്. ആ പേരൻറ്റിൻ്റെ മെൻ്റൽ ഹെൽത്ത് വളരെ പ്രശ്നത്തിലാണ്. കാരണം പേരൻറ്റിൻ്റെ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രശ്നം, അമ്മയുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രശ്നം അച്ഛൻ്റെ മെൻ്റൽ ഹെൽത്തിൻ്റെയോ അല്ലെങ്കിൽ അച്ഛനുമായിട്ടുള്ള ആക്ഷൻ്റെയോ റിയാക്ഷൻ്റെയോ ഒക്കെ പ്രതിഫലനമായിരിക്കാം. പക്ഷെ അത് അവിടെ സെറ്റിൽ ചെയ്യുന്നതിന് പകരം ആ ദേഷ്യം മുഴുവൻ ആ കുട്ടിയിലേക്കാണ് കൊടുക്കുന്നത്. ആ കുട്ടി ആകെ കൂടെ വട്ടം കറങ്ങുകയാണ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അമ്മയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ മകനിലെത്തിയിരിക്കുന്നു. മകനിലെത്തിക്കഴിഞ്ഞപ്പോൾ ഓടി വരികയാണ്, സാറേ ഒന്ന് രക്ഷിക്കണം, മകനിൽ ഈ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ മകനിലെ പ്രശ്നത്തിലേക്കൊക്കെ നോക്കുമ്പോൾ അതെല്ലാം അമ്മ കൊടുത്ത ഗിഫ്റ്റുകളാണ് മകനിപ്പം നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മ അത് അച്ഛനുമായി നേരിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന് പകരം അല്ലെ അവർ തമ്മിൽ സെറ്റിൽ ചെയ്യേണ്ടതായ പല ഇഷ്യൂസും ഇപ്പം നമ്മൾ കുട്ടിയിൽ കൊണ്ട് സെറ്റിൽ ചെയ്യുകയാണ്. പാവം പിടിച്ച കുഞ്ഞ് ഇതിനകത്ത് കിടന്ന് കുഴയുകയാണ്. ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിനെ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി പോലും ഇല്ലാതായിരിക്കും കൊച്ചു വളർന്നു വരുന്നത്. അതിൻ്റെ മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത് എല്ലാം തകരാറിലാകാൻ സാധ്യതയുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ അപ്പനമ്മമാരിൽ ഹീൽ ചെയ്യപ്പെടാത്ത എല്ലാ പ്രശ്നങ്ങളും കുട്ടികളിലേക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പം പേരൻസിൻ്റെ മെൻ്റൽ ഹെൽത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഞാൻ എപ്പോഴും എംഫസൈസ് ചെയ്യുന്നൊരു കാര്യമാണ്, ഹോസ്റ്റൈലായിട്ടുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്ത, മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്ത അധ്യാപകരുമായിട്ട് അവർക്ക് എക്സ്പോസ്ഡ് ആകാൻ അവസരങ്ങൾ കൊടുക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും അധ്യാപക കമ്മ്യൂണിറ്റിയെ മെൻ്റൽ ഹെൽത്തിലേക്കും ഇമോഷണൽ ഹെൽത്തിലേക്കും ഒക്കെ ഉയർത്തേണ്ടതായിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ ഇതിനെയൊക്കെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താ? ചെറിയ പ്രായത്തിലെ അവരെ സമഗ്രമായി വളർത്തുക, അവർക്ക് നല്ല ലൈഫ് സ്കിൽസ് കൊടുക്കുക. ഓടാനും ചാടാനും കളിക്കാനും സൗഹൃദങ്ങൾ നേടാനും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഇടപെടാനും പല ഏജിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടാനും ഒന്ന് വീഴാനും ഒന്ന് തോൽക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കൊടുക്കുക. തോൽക്കാൻ അവസരങ്ങൾ ഉണ്ടാവണം. എന്നും ജയിച്ച് മാത്രം നിന്നാൽ പിന്നീട് തോക്കുമ്പോൾ തകർന്നു പോകും. തോൽക്കാനൊക്കെ അവസരങ്ങളുണ്ടാകട്ടെ, ചില റിജക്ഷൻസൊക്കെ ഉണ്ടാകട്ടെ, ചിലയിടത്തൊക്കെ നമ്മളൊന്ന് മാറ്റി നിർത്തപ്പെടട്ടെ. ഇങ്ങനെയാണ് നമ്മൾ നാളത്തെ നല്ല പ്രൊഫഷണൽസിനെ, നല്ല മിടുക്കരായ ചെറുപ്പക്കാരെയൊക്കെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഈ ഒരു പ്രോസസ്സ് വളരെ ആവശ്യമാണ്. എപ്പോഴും അങ്ങ് പാമ്പർ ചെയ്ത് ഓവർ റേറ്റ് ചെയ്ത് എന്തൊക്കെയോ ഭയങ്കര സംഭവമാണെന്നൊക്കെ വെച്ച് ആകെ കൂടെ പുഴുങ്ങി നശിപ്പിച്ച് കളയരുത് കുഞ്ഞുങ്ങളെ. അവരെ എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകട്ടെ. ഒരു ദിവസം നടന്നു പോകാനും അവസരം കൊടുക്കുക. ഒരു ദിവസം ഒരു അവരാഗ്രഹിക്കുന്ന ഭക്ഷണം ഇല്ലെങ്കിലും എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അവരാഗ്രഹിക്കുന്ന ഡ്രസ്സ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്, പലതരത്തിലുള്ള ഡിഫിക്കൽറ്റീസും ഒക്കെ അവരുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ചില കാര്യങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കുക. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ അവർക്ക് കഴിവ് കൊടുക്കുക. ഒരു ചോദ്യം ചോദിക്കാൻ പല കുട്ടികൾക്കും അറിയില്ല. എത്ര വികലമായൊരവസ്ഥയാണ് കുഞ്ഞുങ്ങളുടെ. അവർ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ ആയിട്ട് പോലും ഒരു ചോദ്യം ചോദിക്കാൻ അറിയില്ല. ഒരു ഉത്തരം അവർക്കറിയാവുന്നൊരു കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ അറിയില്ല, ധൈര്യമില്ല. ഒരു തീരുമാനം എടുക്കാൻ അവർക്കറിയാമോ? എങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത്? എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ പരിഹരിക്കേണ്ടത്? എങ്ങനെയാണ് ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടേണ്ടത്? നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുമായിട്ട് ചിലപ്പോഴൊക്കെ പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും.
ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളുമായിട്ട് ചിലപ്പോൾ പൊരുത്തപ്പെടേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിലെ കുട്ടികളെ പഠിപ്പിക്കുക. ഹയർ സ്റ്റഡിക്കൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോകേണ്ട വരുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും. ഇപ്പോഴേ നമ്മൾ അവരെ പാക്ക് ചെയ്യുക, ഇപ്പോഴേ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ പാമ്പർ ചെയ്ത് സ്പൂൺ ഫീഡ് ചെയ്ത് അവരെ വളരെ ലോലഹൃദയരാക്കി ലോകത്തിന് ഫിറ്റല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കരുത്. അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ അവർ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് സൗഹൃദങ്ങൾ. കുട്ടികൾക്ക് നല്ല ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, മെൻറ്റർമാരുണ്ടാവുക, നല്ല ടീച്ചേഴ്സുമായിട്ടൊക്കെയുള്ള നല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ടാവുക. അതിനൊക്കെ പറ്റുന്ന ആൾക്കാരെയൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരുക്കി കൊടുക്കുക. പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാൻ പഠിക്കുക. ഇപ്പോഴത്തെ കുട്ടികളിലേക്ക് കാണുന്നതാണ്, അവരെ ഉപദേശിക്കുന്നവരെ അവർക്ക് ഇഷ്ടമല്ല, അവർക്ക് ചില ഗൈഡൻസ് കൊടുക്കുന്നവരെ അവർക്ക് ഇഷ്ടമല്ല, അവരെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നവരെയും കറക്റ്റ് ചെയ്യുന്നവരെയും മോഡിഫൈ ചെയ്യുന്നവരെയും ട്രാൻസ്ഫോം ചെയ്യാൻ ശ്രമിക്കുന്നവരെയും ഒന്നും ഇഷ്ടമല്ല. എന്നിട്ട് അവരെയൊക്കെ തന്ത വൈബ് അല്ലെങ്കിൽ വല്യപ്പൻ വൈബ് എന്നൊക്കെ വിളിച്ചിട്ട്, അതൊക്കെ കുഞ്ഞുങ്ങളുടെ വൈകല്യങ്ങളാണ്. അതിനെയൊക്കെ പരിപോഷിപ്പിക്കുന്ന പത്രമാധ്യമങ്ങളൊക്കെ അതിനെയാണ് പരിപോഷിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരു വൈകല്യമാണ്. എല്ലാ ജനറേഷനും അതിന് മുമ്പുള്ള ജനറേഷനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകേണ്ടി വരും. എങ്കിലേ അവർക്ക് അടുത്ത ജനറേഷനുമായിട്ടും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ചില കറക്ഷൻസൊക്കെ വേണ്ടി വരും. ഒരു ഇപ്പോഴത്തെ ജനറേഷൻ എന്തോ ഒരു പ്രത്യേക ജനറേഷൻ ഒന്നുമില്ല. പണ്ട് ഓടിയ പോലെ ഒരു പേപ്പട്ടി വന്നാൽ അന്നത്തെ ജനറേഷൻ ഓടിയേ പറ്റൂ, ഇന്നത്തെ ജനറേഷൻ ഓടിയേ പറ്റൂ. അല്ല ഇന്നത്തെ ജനറേഷൻ ഉടനെ തന്നെ മൊബൈലിലൊരു ആപ്പ് അടിച്ചു കഴിഞ്ഞാൽ പേപ്പട്ടി തിരിഞ്ഞോടത്തില്ലല്ലോ. അപ്പോൾ ഏത് ജീവിത വിഷയവും അന്നത്തെ പോലെ ഇന്ന് കുറച്ചുകൂടെ ചില ഫെസിലിറ്റീസൊക്കെ കാണുമായിരിക്കും, അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ള ലൈഫ് ഇഷ്യൂസൊക്കെ സെയിമാണ്. നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ളവരുമായിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ച് സന്തോഷമായിട്ട് ഇരിക്കാൻ അറിയാമോ? ഒരു ഭക്ഷണം എടുത്ത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ അറിയാം. ഇതൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഏത് വലിയ പ്രൊഫഷണൽ ആയാലും എത്ര വലിയ ആളായാലും ജീവിതത്തിനൊരു സന്തോഷവും കാണില്ല, ജീവിതത്തിനൊരു ഗുണവും കാണില്ല. അപ്പോൾ ബേസിക് തിങ്സ് എല്ലാം സെയിമാണ് ഏത് ജനറേഷൻ വന്നാലും. അവിടെ ഒരു കെയറിങ്ങും ഷെയറിങ്ങും, അവിടെ ഒരു ഇൻ്റർപേഴ്സണൽ സ്കില്ലും കമ്മ്യൂണിക്കേഷനും ഒരു സെൻസ് ഓഫ് ഹ്യൂമറും ഒരു സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവുകളും ഒക്കെ തന്നെയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ എല്ലായിടത്തും പൈതൺ അറിയാവുന്നുള്ളതല്ല പ്രധാനപ്പെട്ട വിഷയം. അത്തരത്തിലുള്ള വൈകല്യമുള്ള ചിന്തകളൊക്കെ എടുത്ത് കളയുക. ആണ് ഇനി ലോകമെല്ലാം. എന്നൊക്കെ പറയുന്ന അവിടെ നിൽക്കട്ടെ. മനുഷ്യനായിട്ട് ജീവിക്കാൻ കരുത്തില്ലെങ്കിൽ വരുമ്പോൾ നമ്മൾ കൂടുതൽ കരുത്തുള്ളവരാകണം. എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കാലത്ത് നമ്മൾ മനുഷ്യനും തമ്മിലല്ല, മനുഷ്യൻ മെഷീനുകളോട് മത്സരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ പ്രായത്തിലെ കുട്ടികളെയൊക്കെ അത്തരം സാഹചര്യങ്ങളുമായിട്ട് ഒരു സെൽഫ് റിലയൻസ് അവരിലുണ്ടാവണം. അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്തു കൊടുക്കുക, അവരെ കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യിക്കണം. നമ്മൾ പുറകോട്ട് മാറുക, ഓരോ ഏജ് കഴിയുന്തോറും പുറകോട്ട് മാറി അവരെ മുമ്പോട്ട് നയിക്കാനായിട്ട് ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഏറ്റെടുക്കാൻ, അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ എബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ. അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ. കടയിൽ പോയി മീൻ വാങ്ങിക്കാൻ അറിയാമോ? അവർ ലേൺ ചെയ്യട്ടെ. ഒരു ഓഫീസിൽ പോയി ഒരു കാര്യം സാധിക്കാൻ അറിയാമോ? അവർ ലേൺ ചെയ്യട്ടെ. അവധി സമയത്തൊക്കെ അവരെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് എക്യുപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അവധി സമയത്തും കൊണ്ടുപോയി ഇനി കുറേ ട്യൂഷനും കോച്ചിങ്ങും മാത്രം കൊടുക്കുകയല്ല വേണ്ടത്. അവരിലുള്ള കുറവുകൾ എവിടേക്കാണ്, അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം. കൊച്ചു കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കാൻ, ചെറിയ കാര്യങ്ങളിലൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ അവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാനും ചലഞ്ചസ് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ പഠിപ്പിക്കുക. വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അവരെ സഹായിക്കുന്ന വേറൊരു ഏരിയ എന്ന് പറയുന്നത് സ്പോർട്സ്, ആർട്സ്, അതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഫെലോഷിപ്പ്, അസോസിയേഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ക്ലബിലൊക്കെ നമ്മൾ മെമ്പറാണ്, പല ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആണ്, നമുക്ക് പല ഫെലോഷിപ്പുകളുണ്ട്. ഇപ്പം സ്പിരിച്വൽ കോഷ്യൻ്റ് തന്നെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കുറേ മതം ഇവിടെ വിളമ്പിയത് കൊണ്ടൊന്നും കുട്ടികൾക്കൊരു മെച്ചം ഉണ്ടാവില്ല. മതമൊക്കെ അവിടെ നിൽക്കട്ടെ. കുട്ടികളിലൊരു സ്പിരിച്വൽ കോഷ്യൻ്റ് ഡെവലപ്പ് ചെയ്യണം. ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ ഐ ആം ഗോയിങ് ടു സീ ലൈറ്റ്. ഇതാണൊരു സ്പിരിച്വൽ കോഷ്യൻ്റ് എന്ന് പറയുന്നത്. ഏത് കൂരിലൂടെ പോയാലും ഞാൻ അവസാനം വിജയത്തിലെത്തുമെന്നുള്ളൊരു വിശ്വാസം കുട്ടികളിൽ ഉറപ്പിക്കാൻ നമ്മുടെ റിലീജിയന് കഴിയുന്നില്ലെങ്കിൽ, മതത്തിന് കഴിയുന്നില്ലെങ്കിൽ, പിന്നെ ഇതൊക്കെ വെറും ബോഗസല്ലേ. റിലീജിയസ് ലീഡേഴ്സ് പോലും കുട്ടികളെ ഉപദേശിക്കുന്നത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനല്ല, സോൾവ് ചെയ്യാനാണ് പഠിപ്പിക്കേണ്ടത്. അവിടെ ചിലതൊക്കെ വെട്ടിമാറ്റേണ്ടി വരും. അങ്ങനെ തന്നെയാണ് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത്. പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ അവരെ കരുത്തരാക്കുക. ചില റിസ്ക്കൊക്കെ എടുക്കേണ്ടി വരും. ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി ആക്ഷേപമൊക്കെ സഹിക്കേണ്ടി വന്നേക്കാം. ഒന്നും പ്രശ്നമില്ല. സസ്റ്റെയിനബിളായിട്ട് നിലനിൽക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ജോലിയൊക്കെ ചിലപ്പോൾ രാജിവെക്കേണ്ടി വരും, കളയേണ്ടി വരും. ചിലപ്പോൾ വിവാഹം തന്നെ മോശമാണെങ്കിൽ ചിലപ്പം അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. പല കാര്യങ്ങളും വന്നേക്കാം. ഇതിനൊന്നും ആത്മഹത്യയല്ല പരിഹാരം.
ജീവിതം തന്നെയാണ് പരിഹാരം. ജീവിച്ച് തന്നെയാണ് നമ്മൾ ലോകത്ത് നമ്മളെ പ്രൂവ് ചെയ്യേണ്ടത്. മരിച്ചാൽ നിങ്ങൾ മരിച്ചു, അത്രയേ ഉള്ളൂ. ജീവിതം കൊണ്ട് ലോകത്ത് എത്ര ഒരു ഒറ്റ മകൾ മരിക്കുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്കും ജീവിതകാലം മുഴുവൻ ആ കുട്ടിക്ക് എന്തു വലിയ ഒരു റിസോഴ്സായി നിലനിൽക്കാൻ പറ്റുമായിരുന്നു. ഒരു മണ്ടനെയും കെട്ടിയില്ലെങ്കിൽ പോലും, ഒരുത്തനെയും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പോലും അവൾക്ക് ആ അച്ഛനും അമ്മയ്ക്കും തുണയായി നിന്നിരുന്നെങ്കിൽ ആ അച്ഛൻ്റെ അമ്മയൊക്കെ അവരുടെ ആ ജീവിതത്തിൻ്റെ എത്രയോ മനോഹരമായ ഒരു ഭാഗത്ത് അവൾക്ക് നിൽക്കാൻ കഴിയുമായിരുന്നു. ഒരു മകൻ പെട്ടെന്നൊരു ജോലിയുടെ സമ്മർദ്ദത്തിൽ ഈ ലോകത്തു നിന്ന് ഇല്ലാതായി പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദെർ ആർ ലോട്ട് ഓഫ് അതർ തിങ്സ് ഇൻ ദിസ് ലൈഫ്. ജോലി മാത്രമൊന്നുമല്ല, പരീക്ഷ തോറ്റാൽ പരീക്ഷയൊന്നുമല്ല, അതിനപ്പുറത്തേക്കോ എത്രയോ പരീക്ഷയിൽ തോറ്റവർ ജീവിതത്തിൽ വിജയിച്ചിരിക്കുന്നു. ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് നമ്മൾ പോരാടി തന്നെ വിജയിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേറെ വഴിയൊന്നുമില്ല, തിരിഞ്ഞോടാനൊന്നും പറ്റില്ല. പക്ഷെ പല വഴികളും അടയുമ്പോഴാണ് പുതിയ വഴികൾ തുറന്നു കിട്ടുന്നത്. ഒരുപക്ഷെ ഏറ്റവും വലിയ തടസ്സങ്ങളും ഏറ്റവും വലിയ തിരിച്ചടികളും നേരിട്ടിട്ടുള്ളവരാണ് ലോകത്തിലെ ഏറ്റവും മികച്ചവരായി വന്നിട്ടുള്ള അനേകം പേർ. അതിൻ്റെ കാരണം അവരതിലൊക്കെ മനസ്സ് വെടിയാതെ, സങ്കടപ്പെടാതെ, അല്ലെങ്കിൽ ഈ ഒരു തോറ്റുപോകുന്നുള്ള അല്ലെങ്കിൽ തോറ്റുപോയി എന്നുള്ള ഒരു ചിന്ത അവരെ ഭരിക്കാതെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചവരാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെയൊക്കെ അങ്ങനെ കരുത്തരാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ. മതവും വിദ്യാഭ്യാസവും പേരൻറ്റിങ്ങും ഒക്കെ കുട്ടികളെ കരുത്തരാക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് അവരെ നയിക്കട്ടെ. അതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. അല്ലാതെ അവർ IIT-യിലെത്തിയോ? IIT-യിലും ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. IIT-യിൽ എത്തിയിട്ടൊന്നും കാര്യമില്ല. ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ ഒന്നും കാര്യമില്ല. ജീവിക്കാൻ അറിയത്തില്ലെങ്കിൽ ഇനി എന്തായാലും ഒരു കാര്യവുമില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാലമൊക്കെ മാറി, അതിനനുസരിച്ച് നമ്മൾ കുട്ടികൾക്ക് വേണ്ടത് കൊടുത്തേ പറ്റുള്ളൂ. പണ്ടൊക്കെയുള്ള കുട്ടികൾ ഒരുപാട് പരിമിതമായ സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്നതുകൊണ്ട് അവർക്ക് ജീവിക്കാനും അറിയാമായിരുന്നു, അതിജീവിക്കാനും അറിയാമായിരുന്നു. ഇന്ന് വളരെ ലോലമായിട്ടാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. ചിലർക്കൊക്കെ നാച്ചുറലായിട്ട് ഒരു ജനറ്റിക് സ്ട്രെങ്ത് ഉണ്ട്, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അവർ സ്ട്രോങ് ആയി നിൽക്കുന്നു. പക്ഷേ ചിലരുടെയൊക്കെ ജെനറ്റിക്സ് തന്നെ വളരെ വീക്കാണ്, എൻവയോൺമെൻറ്റ് അതിനേക്കാളും വീക്കാണ്. അവരെ ആ തരത്തിലുള്ള കരുത്തുകൾ ആർജിക്കാൻ വിടാതെ അവരെ മറ്റു കാര്യങ്ങളിലേക്ക് നിർബന്ധിച്ച് വിടുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളോട് ഇല്ലാതാക്കി മാതാപിതാക്കൾ അവരെ ഒന്നിനും കൊള്ളാത്തവരാക്കുന്നു. തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കും വിദ്യാഭ്യാസത്തിനും റിലീജിയനും സമൂഹത്തിനുമൊക്കെ വലിയൊരു ഉത്തരവാദിത്വം ഈ കാര്യത്തിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. നല്ലതെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് 12-ാം തീയതി വൈകുന്നേരം ഒരു കരിയർ സെമിനാർ 6 മണിക്ക് ഉണ്ട്. അതുപോലെ തന്നെ 8:30-ക്ക് ഒരു പാരൻറ്റിങ് സെമിനാറും ഉണ്ട്. ഈ 2 സെമിനാറിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആവശ്യമുള്ളവർക്ക് അതിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു സോ മച്ച്.